അനിൽ, നമ്മളൊരു പ്രധാനപ്പെട്ട ഈ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. അതായത് നേരത്തെയൊക്കെ നേർക്കുനേർ അതേ അല്ല എന്ന ചോദ്യങ്ങളുള്ള അഭിപ്രായ സംഗതികളിലൂടെ നമ്മൾ കടന്നുപോയെങ്കിൽ ഇപ്പോൾ ഈ പത്രമാധ്യമങ്ങളുടെ കാര്യങ്ങളും എന്താണ് സ്വാധീനിക്കുക എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള, കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാനുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന സംഗതികളെ പറ്റി ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യാമോ? ഓക്കെ, ഞാൻ വിശദമായിട്ട് ഈ ഫലങ്ങൾ വിലയിരുത്തുകയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും എന്താണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ഗൗരവതരമായ ചില ചിന്തകൾ ഉണർത്തുന്നൊരു സംഭവമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്നതാണ്. അതിനെ ക്ലോസ് ആയിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അല്ലെങ്കിൽ മറ്റ് മൂന്നാം മുന്നണിക്കും ഒരേപോലെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ പോലും പ്രധാനമായും അവർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് നിർണ്ണയിക്കുന്നതിൻ്റെ ഘടകമെന്ന് പറയുന്നത്. ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ട്രെൻഡായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തേണ്ടത് എന്ന ഒരു ബോധ്യം മലയാളികൾക്കുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതലായും ദേശീയ വിഷയങ്ങൾ അതിനോടുള്ള പ്രതികരണവും പ്രകടമാകുന്നു. കുറച്ച് മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പം പ്രാദേശികമായി വരുന്ന വിഷയങ്ങളോടുള്ള പ്രതികരണം നടന്നു എന്നൊരു ട്രെൻഡ് ഈ സർവേയുടെ ഈ റിസൾട്ട് പരിശോധിച്ചപ്പം എനിക്ക് തോന്നുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാധ്യമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മുടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ വിവരങ്ങൾ അറിയാൻ വേണ്ടി, സഡനായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഓൺലൈൻ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പോലും അവയുടെ ആധികാരികതയെക്കുറിച്ച് സംശയിച്ചുകൊണ്ടാണ് പലപ്പോഴും അവ പരിശോധിക്കുന്നത്. ഒരു ഒറിജിനൽ റെഫറൻസ് എന്ന രീതിയിലേക്ക് അത് വിശ്വസനീയമായി മാറുന്നത് ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു ചാനലിൽ അത് വാർത്താരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരുമ്പോൾ മാത്രമാണ് ആ വാർത്തയുടെ വിശ്വാസ്യത മലയാളികൾ അല്ലെങ്കിൽ പൊതുസമൂഹം വിശ്വാസത്തിലെടുക്കുന്നത്. ഇതേ സമയത്ത് തന്നെ പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പത്രങ്ങൾക്ക് ഇപ്പം സനീഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ തരത്തിലുള്ള ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും ഗഹനമായ പത്രവായന രീതികൾ പണ്ട് മലയാളികൾ പിന്തുടരുന്നത് പോലെ ഗഹനമായ ആഴത്തിലുള്ള പത്രവായന രീതികൾ എന്ന് പറയുന്ന ശൈലിയിലേക്ക് പുതിയ തലമുറ ഉൾപ്പെടെ അതിൽ വ്യതിചലിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. തീർച്ചയായും അതുകൊണ്ട് ഈ സർവേയിലെ ഈ ഫൈൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും കേരളത്തിൽ ഈ ന്യൂസ് ചാനലുകളുടെ റിലവൻസ് വളരെ സജീവമായി നിൽക്കുന്നു, അത് വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും അത് വളരെ നല്ലൊരു ഒരു ഫൈൻഡിങ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്.